സോ നമുക്കിന്ന് ഗസ്റ്റിനെ പരിചയപ്പെടാം. ഹായ് ബാബു. താങ്ക് യു. സന്തോഷം. യെസ്, ബാബുവിന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ, ഞാൻ 2017 കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഞാൻ സിലിക്കൺ വാലി വന്നു. ആൻഡ് യു ആർ ദ മലയാളി ഹു ഐ ഗോട്ട് കണക്റ്റഡ് ബൈ മൈ സർക്കിൾ. അവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തു. അതെ. ദെൻ MBBS-ൽ മീറ്റ് ചെയ്തു. ഓഫീസിൽ മീറ്റ് ചെയ്തു. ദിസ് ഇയറിലാണ് നമ്മൾ ഓഫീസിൽ മീറ്റ്. അന്ന് നമ്മൾ ഐ റിമെമ്പർ യു ഗോട്ട് അസ് എ ബ്രേക്ക്ഫാസ്റ്റ് ഓർ സംതിങ് ആ സമയത്ത്. ദെൻ ദിസ് ടൈം വെൻ വി കെയിം ടു സിലിക്കൺ വാലി ആഫ്റ്റർ 6 years യു ഓൾസോ ഡസ് ഇൻ ഓഫീസ്. അത് നല്ലൊരു ഇതായിരുന്നു, ഇൻസ്പിറേഷൻ വീട്ടിൽ ആയിരുന്നു. വന്നിരുന്നല്ലോ. വീട്ടിൽ വന്നു. യു ഓൾസോ പുട്ടും കടല അറ്റ് യുവർ ഹൗസ്. ഐ റിമെമ്പർ ദാറ്റ്. അതെ, പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ട് So that was quite good. Thanks for hosting me then. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ we plan to do this episode. So it's been something I've been planning for the longest of while and good to have you here. Maybe ബാബുവിനെ just introduce for the audience. ബാബുവിനെ പറയുകയാണെങ്കിൽ ഞാനിവിടെ ട്രിവാൻഡ്രംകാരനാ. ഇവിടെ ജനിച്ചു വളർന്നു. For a while I thought I'll never go anywhere else. ട്രിവാൻഡ്രത്ത് തന്നെ വളരെ കണ്ടന്റ്. ഇവിടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഇവിടെ ലോക്കൽ ഒരു ഗവൺമെൻറ് സ്കൂളിൽ, പിന്നെ ആർട്സ് കോളേജിൽ അന്ന് പ്രീ ഡിഗ്രി ഉണ്ട്. അപ്പോൾ 2 വർഷം അവിടെ. അത് കഴിഞ്ഞ് എൻജിനീയറിംഗ് കോളേജിൽ 4 വർഷം കമ്പ്യൂട്ടർ സയൻസ്. CET അല്ലേ? CET-ൽ. അത് കഴിഞ്ഞ് സോ ഐ തോട്ട് I'll get a job. ജോബിന് വേണ്ടിയാണ് നമ്മൾ എൻജിനീയറിംഗ് ഒക്കെ പഠിക്കുന്നത്. ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൂടാനായിരുന്നു. അങ്ങനെ വേറെ യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. ബട്ട് ലൈഫ് ടേക്സ് യു സം പ്ലേസസ്. അപ്പം അങ്ങനെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ലൈക്ക് വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ കോളേജ്? അപ്പോൾ കോളേജിൽ അക്കാഡമിക്കലി ഐ വാസ് റീസണബിളി ഗുഡ്. അപ്പോൾ ഐ തോട്ട് ഐ ഫൈൻഡ് എ ജോബ് ക്വിക്ക്ലി. അപ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ഒക്കെ അന്ന് തുടങ്ങിയ സമയമാണ്. ഏത് ഇയറാണിത്? ഞാൻ 93-ൽ 93 ഗ്രാജുവേറ്റ്. ഓക്കെ. 92 we were trying to job. 93-ൽ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് AI ആയിരുന്നു. അതായത് നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലെല്ലാം അന്ന് ഹാൻഡ് കോഡ് ചെയ്ത് നമ്മൾ ബാക്ക് പ്രൊപ്പഗേഷൻ ആൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ VSSC-യിൽ ഒരു പ്രോജക്റ്റ് കിട്ടിയായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് എന്തായാലും ഒരു ജോലി കിട്ടും. ബട്ട് ഐ സ്ട്രഗിൾഡ് ഒരു ജോലി കിട്ടാനായിട്ട്. അപ്പോൾ അന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം ഇഫ് ദർ ഇസ് 1 person ഇൻ ദ ക്ലാസ്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് 40 kids. അപ്പോൾ അതിൽ ഇഫ് ദർ ഇസ് 1 kid who badly wanted a job, that would be me. കാരണം നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനും അതെല്ലാം വെച്ച് പേരൻസിന് ഒരു ലയബിലിറ്റി ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ജോബ് വേണമായിരുന്നു. അപ്പം ദാറ്റ്സ് ഓൾ ഐ വാണ്ട്. ആ ഇൻ്റർവ്യൂ വരുമ്പോൾ ദിസ് ഇസ് ദ ഡേ യു മേക്ക് ഇറ്റ്. ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്, റൈറ്റ്? സോ ഗെറ്റിംഗ് എ ജോബ് ഇല്ലാതെ ഉള്ള എൻവയറമെൻറ്റ് ഐ ഹവ് സീൻ എ ലോട്ട്. നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ വാട്ട് ഇറ്റ് മീൻസ്. ഒരു ഫാമിലിയുടെ ലൈവ്ലിഹുഡാണ്. അപ്പോൾ ജോബ് ഐ ഓൾവേസ് ടുക്ക് സീരിയസ്ലി. പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ അലോങ് ദ വേ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെൻ്റ്. ഒരു 5-6 കമ്പനീസൊക്കെ വന്നിട്ട് കിട്ടാതെ പോയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഡിഫറെൻ്റ്ലി. മേ ബി ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് ദ പ്രോബ്ലം ദ റൈറ്റ് വേ. കാരണം അത്ര എംപ്ലോയബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ വർക്ക് ഐ ആം ഗിവൺ ജനറലി ഐ ഡു എ ഗുഡ് ജോബ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസിലും കൂടുതൽ ആ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ഐ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ്. അപ്പം അത് കിട്ടാതെ വന്നപ്പോഴത്തേക്കുള്ള ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ കാരണം ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഒരു 6 companies ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് മേ ബി ഐ ഷുഡ് ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം ദിസ് വേ. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഒരു ജോബ് കിട്ടുക അല്ല ഗോള്. മേ ബി യു ഷുഡ് ക്രിയേറ്റ് എ ജോബ് ഫോർ യുവർ സെൽഫ്. അപ്പം അങ്ങനെ തിങ്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സ്റ്റാർട്ടപ്സിന് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇറ്റ് ക്രിയേറ്റ്സ് എ ജോബ് ഫോർ യു, ക്രിയേറ്റ്സ് ജോബ് ഫോർ അതേഴ്സ്. പിന്നെ ജോബ് എന്ന് പറയുന്നത്, ജോബ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ നോബിൾ തിങ് ആയിട്ട് കരുതിയിരുന്ന ഒരാളാണ്. കാരണം എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പോൾ പുള്ളി വർക്ക് എത്തിക്കിനെ പറ്റി ഒരുപാട് സംസാരിക്കും. എന്ന് പറഞ്ഞാൽ അവർ ആർമിയിലൊക്കെ ഇങ്ങനെ 3-4 days ഒക്കെ ഉറങ്ങാതെ ലീൻ അഗൈൻസ്റ്റ് ഈച്ച് അതർ വളരെ ഡിഫിക്കൽട്ട് കണ്ടീഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ വെള്ളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നിട്ട് യു ലീൻ അഗൈൻസ്റ്റ് ഈച്ച് അതർ ടു സ്ലീപ്പ് ലിറ്റിൽ ബിറ്റ്. അങ്ങനെയൊക്കെയുള്ള ഡിഫിക്കൽട്ട്
സിറ്റുവേഷൻസുമായിട്ട് നോക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ഏറ്റവും അതായത് ദാറ്റ് ഈസ് പ്രൊട്ടക്ടിങ് യുവർ ഫ്രീഡം റൈറ്റ്. ദ നെക്സ്റ്റ് തിങ് ഈസ് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു ലൈവ്ലിഹുഡ്. അടുത്ത ദാറ്റ് ഈസ് നെക്സ്റ്റ് ടു ബീങ് ഇൻഡിപെൻഡൻറ്റ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന അപ്പോഴാണ്. അവസാനം ഐ മെയ്ഡ് ദാറ്റ് ലാസ്റ്റ് ജോബ്. ഓക്കെ. അപ്പോൾ ആ ജോബ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബട്ട് മൈ സിംഗുലർ ഐ വാസ് ഹാപ്പി. പക്ഷേ ഐ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് നമ്മുടെ മിഷൻ സ്റ്റാർട്ടപ്പ് ആണല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഉള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ കമ്പനിക്കകത്ത് യു ഹാവ് ടു ക്രിയേറ്റ് എ റെപ്യൂട്ടേഷൻ. കമ്പനിക്കകത്ത് ഏത് പ്രോജക്റ്റിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഹാർഡ് കോർ ടെക്നോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഐ വിൽ കൺട്രിബ്യൂട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇറ്റ് ഗേവ് മീ കോൺഫിഡൻസ്. ഏത് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നു. അത് അതിനു മുമ്പില്ലായിരുന്നു. ആ ഫസ്റ്റ് വർക്കിൽ ആണ് അത് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ US പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു, ബാംഗ്ലൂർക്ക്. അപ്പോൾ പിന്നെ ഇവിടെ വലിയ സോഫ്റ്റ്വെയർ കമ്പനീസ് ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. 95 ഞാൻ ജനിച്ചിട്ട് പോയില്ലേട്ടാ. 95 അപ്പോൾ ഇവിടെ വേറെ കമ്പനീസ് ഒന്നുമില്ല. അപ്പം ഐ വാണ്ടഡ് ടു സ്റ്റേ ഇൻ ട്രിവാൻഡ്രം. അപ്പം നമ്മൾ ഫോഴ്സ്ഡ് ആകാണ് ബാംഗ്ലൂർക്ക് പോകാനായിട്ട്. അപ്പോൾ ഐ ഡിസൈഡഡ് ഓക്കെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്, US പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് എന്നുള്ള. അപ്പം അങ്ങനെയാണ് US എത്തുന്നത്. 1996 95 ഞാൻ 93 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ഇവിടെ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു.